മുംബൈയെ വിറപ്പിച്ചെന്ന് പറഞ്ഞാൽ മുംബൈയുടെ അടിസ്ഥാനവും ചരിത്രവും എല്ലാം കിടന്ന് വിറച്ചു. അതുപോലുള്ളൊരു മത്സരം തന്നെയാണ്, അതുപോലൊരു ഫൈറ്റ് തന്നെയാണ് ഈ നമ്മുടെ കരുൺ നായർ ഈ പറയുന്ന മുംബൈ ഇന്ത്യൻസിന് കൊടുത്തിട്ടുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചു 6ാമത്തെ മത്സരവും തോറ്റു, 5 തോൽവികൾ ഏറ്റുവാങ്ങി എന്ന് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചു. കാരണം അത്ര മികച്ച രീതിയിലാണ് ഇദ്ദേഹം കരുൺ നായർ ബാറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ അഭിമാനമാണ്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ ഒരു ഇന്നിങ്സ്. ബുംറ എന്നോ സ്പിന്നർ എന്നോ എന്താണ് ബോൾട്ട് എന്നോ ഒരു മയവും ഇല്ലാണ്ട് എല്ലാരെയും എടുത്തിട്ട് പഞ്ഞിക്കിട്ടു. എന്ത് ചെയ്യാനാണ് കരുൺ ശർമ്മയെ, എന്ത് ചെയ്യാനാണ് അത്രയും കരുൺ നായറിനെ എന്ത് ചെയ്യാനാണ് അത്രയും മികച്ച രീതിയിലാണ് ഈ ബാറ്റ് ചെയ്യുന്നത്. അതും അറ്റാക്കിങ് അഗ്രസീവ്നെസിന്റെ ഒക്കെ എന്ന് പറഞ്ഞ പീക്ക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ആ ഒരു സാഗ്നറിന്റെ ബോൾ അത്രയും മികച്ചൊരു ബോൾ അല്ലാണ്ട് എങ്ങനെയാണ് ഈ കരുൺ നായറിനെ പുറത്താക്കാൻ കഴിയുക? കാരണം അത്രയും ഒരു മികച്ച ബോൾ തന്നെ സാഗ്നർ എറിഞ്ഞു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷെ കരുൺ നായർ നമ്മളെ വിറപ്പിച്ച് കളഞ്ഞു. ഞങ്ങളുടെ മുംബൈക്കെതിരെ നീ ഇങ്ങനെ കളിച്ചല്ലേ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ അഭിമാനം ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാല് ആരോടൊക്കെയോ ഉള്ള പക, മാറ്റിവെച്ച പക, അത് ഈ പറയുന്ന പോലെ ഇവിടെ എടുത്ത് കാണിച്ചതുപോലെ ഉണ്ട്. അത്രയും ഈ പറയുന്ന പോലെ ഒരു അദ്ദേഹത്തിന്റെ ഇന്നിങ്സിനകത്ത് എന്തൊക്കെയോ ആരോടൊക്കെയോ പറയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാം. കാരണം അത്ര മികച്ചൊരു ഒരു മത്സരം തന്നെയായിരുന്നു. കരുൺ നായറിന്റെ കൂടെ ഒരാളൂടെ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ മുംബൈക്ക് ഒരു 5ാമത്തെ തോൽവി കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ വിന്നിംഗ് സ്ട്രൈക്ക് അവർക്ക് തുടരാമായിരുന്നു, കണ്ടിന്യൂ ചെയ്യാമായിരുന്നു, 5ാമത്തെ വിജയവും നേടാമായിരുന്നു. പക്ഷെ മുംബൈ ഇന്ത്യൻസ് എന്തായാലും അത് പിടിച്ചു വാങ്ങിച്ചു, അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചു. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-15 ഓവർ 16 ഓവർ വരെ പിന്നെ അടി മേടിച്ചെങ്കിലും അവസാനത്തെ 4 ഓവർ അല്ലെങ്കിൽ 3 ഓവർ മുംബൈ ഇന്ത്യൻസ് ഈ പറയുന്ന എറിഞ്ഞ് പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിശ്വസനീയമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ക്യാച്ചസുകളും ഈ പറയുന്ന പോലെ റൺഔട്ടുകളും ഒക്കെയും ഈ പറഞ്ഞ കൃത്യമായിട്ട് തന്നെ മുതലെടുത്തു. അവസാന ഈ 19ാമത്തെ ഓവറിലെ 3 റൺഔട്ടുകളാണ് മെയിനായിട്ടും ഡൽഹിയുടെ ഈ പരാജയത്തിന് കാരണം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇവിടെ എടുത്തു പറയാൻ ഒന്നുകൂടെ ആഗ്രഹിക്കുന്നു, കരുൺ നായർ വേറെ ലെവല് തന്നെയാണ്. മത്സരം തോറ്റെങ്കിലും കരുൺ നായർ തന്റെ സ്ഥാനം ഉറപ്പിച്ചിട്ട് തന്നെയാണ് കളിക്കളം വിട്ടത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നുള്ള മത്സരങ്ങളിൽ തീർച്ചയായിട്ടും പ്ലേയിങ് ലെവലിൽ കരുൺ നായർ ഉണ്ടാകും. ഞാൻ ആ ഒരു മത്സരം ആസ്വദിക്കാൻ ഭയങ്കരമായിട്ടും കാത്തിരിക്കുകയാണ്. കാരണം അത് ഞങ്ങളുടെ മുംബൈക്കെതിരെ ആയതുകൊണ്ട് നമ്മൾ ശത്രുവിനെ പോലെയാണ് കരുൺ നായരെ കണ്ടത്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വേണ്ടതുപോലെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അടുത്ത മത്സരത്തിൽ കരുൺ നായർ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു തന്റെ ആ ഒരു ഇന്നിങ്സ് കാണാൻ. ആ ഒരു എന്താ പറയുന്ന അഗ്രസീവായിട്ടുള്ള ഇങ്ങനൊരു കരുൺ നായർ ഉണ്ടോ, ഇങ്ങനൊരു മുഖം ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ അവിശ്വസനീയമാണ്. ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഞങ്ങളെയൊക്കെ വിറപ്പിച്ചു. സല്യൂട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.